ഹലോ ഓൾ. അപ്പോൾ JEE മെയിൻ സെഷൻ 1 റിസൾട്ട് വന്നു. നല്ല അടിപൊളി മാർക്ക് വാങ്ങി ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഈ അനാലിസിസിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട മാർക്ക് ഒരു സെഷൻ 2 മുന്നിൽ കണ്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടണം, ഈ ഒരു പേപ്പർ എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ സെഷൻ 2 പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻസൈറ്റ് ഈ അനാലിസിസിലൂടെ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഡീപ് ഡൈവ് ഇൻ ടു ദാറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ്. അപ്പോൾ 27th ജാനുവരി മുതൽ ഫെബ്രുവരി 1 വരെ 5 ദിവസങ്ങളിലായിട്ടാണ് JEE പേപ്പർ 1 നടന്നത്. 10 പരീക്ഷകളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. 2023 12 പരീക്ഷകളുണ്ടായിരുന്നു. ഇത്തവണ 10 പരീക്ഷകൾ 5 ദിവസങ്ങളിലായി 5x2 മോർണിംഗും ആഫ്റ്റർനൂണായിട്ട് 10 പരീക്ഷകളാണ് ഉണ്ടായിരുന്നത്. 300 മാർക്കിലാണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ചോദ്യം ഉള്ളത്. 100 മാർക്ക് ഫിസിക്സ്, 100 മാർക്ക് കെമിസ്ട്രി, 100 മാർക്ക് മാത്സ്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സബ്ജക്റ്റ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അറിയാത്ത ആളുകളുണ്ടാവില്ല, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ജസ്റ്റ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ സെഷൻ 1 സെഷൻ 2 ടോപ്പ് പെർസെൻറ്റേജ് നേടിയ ആളുകളുടെ മാർക്കുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 99.9% നേടിയത്. 99.9% എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 12 ലക്ഷം ആളുകളാണ്, 12 lakh ആളുകളാണ് ആക്ച്വലി JEE എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതില് 99.9% എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് അയാൾ നേടിയിട്ടുണ്ടാവും? 99.9% എന്ന് പറഞ്ഞാൽ അയാളുടെ റാങ്ക് എത്ര ആയിരിക്കും? ഏകദേശം 1200 വരും. 99% എന്ന് പറഞ്ഞാൽ അയാളുടെ റാങ്ക് എത്ര വരും? 12000 വരും. ഓക്കെ, അപ്പൊ 98% എന്ന് പറഞ്ഞാലോ ഏകദേശം 24,000 വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയത് മാത്രം. ഇപ്പോൾ 99.9% വരുന്ന ആളുകളുടെ ഫസ്റ്റ് സെഷൻ 1 278 മാർക്സ് ആണ്, വിച്ച് ഈസ് ക്വൈറ്റ് ഹ്യൂജ്. വലിയ മാർക്കാണ്. ഓക്കെ, അത്യാവശ്യം വലിയ മാർക്കാണ്. 99% വാങ്ങിയ ആൾക്ക് 236 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആക്ച്വലി സെഷൻ 1 മാത്രമാണ് 236 വരെ എത്തിയിട്ടുള്ളത് 99% അല്ലെ. അടുത്ത സെഷനിൽ 211, ലാസ്റ്റ് സെഷനൊക്കെ ആകുമ്പോഴേക്ക് 151, 172, 161 ഒക്കെ ഉണ്ട്. അതായത് സെഷൻ 1 വാസ് ഈസി. ഇത് വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു സെഷൻ 1 എന്നുള്ളത്. എന്നാൽ ടഫസ്റ്റ് എക്സാം ഏതായിരുന്നു? ടഫസ്റ്റ് എക്സാം 31st സെഷൻ 2 ആണ് ഹാർഡസ്റ്റ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് പരാതികളുണ്ടാവും, സാർ എനിക്ക് ഈസിയുള്ള പേപ്പറാണ്, മറ്റാൾക്ക് ഹാർഡായ പേപ്പറാണ്. പരാതികൾക്കൊന്നും അർത്ഥമില്ല. ഇത് ഫുള്ളി നോർമലൈസ് ചെയ്താണ് റാങ്ക് ലിസ്റ്റും അല്ലെങ്കിൽ പെർസെൻറ്റേജിലും കണക്കാക്കുക. ഓക്കെ, ഇത് നോർമലൈസ് ചെയ്യും. ഓക്കെ, സോ പല പേപ്പേഴ്സും പല ലെവലിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു റേഞ്ച് 150 മുതൽ 236 വരെ. ഇത് കൈൻഡ് ഓഫ് എൻ അനോമലി ആണ് കേട്ടോ. ഇത് ഇത്ര ഒരു റേഞ്ച്, ഇതൊരു എക്സെപ്ഷൻ ആയിട്ടാണ് ഈ ഒരു പേപ്പർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഈവൻ 212, 211 ഒക്കെ ഇറ്റ്സ് ഡീസെന്റ്. ഓക്കെ, അപ്പോൾ ഓൺ ആവറേജ് ഏകദേശം ഒരു 170 നമുക്ക് ആവറേജ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നോക്കാം. ഇപ്പോൾ 99.8 എന്ന് പറഞ്ഞത് ഒരു 2400, ഇവരുടെ റാങ്ക് 2400 അടിയിൽ വരും. നോക്കുമ്പോൾ 240, ചില ആൾക്കാർക്ക് 190 അല്ലെങ്കിൽ 197, 218 ഇത്രയൊക്കെയാണ് ഉള്ളത്. റൈറ്റ്, ഒരു 99.5 ഏകദേശം ഒരു 6000 റാങ്കിൻ്റെ ഉള്ളിൽ വരും. ഇതും ഏകദേശം ഒരു 215, 214, 190 ഇത്രയൊക്കെയാണ് അതിൻ്റെ സ്കോർസ് വരുന്നത്. റൈറ്റ്, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, പെർസെൻറ്റേജ് വേഴ്സസ് മാർക്സ്. നമുക്ക് സബ്ജക്ട് വൈസ് പോകുന്നതിന് മുമ്പ് ഒരു 90% വരെയുള്ള മാർക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു 90% വരെയുള്ള മാർക്കുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 99% വരുന്നത് എത്രയാണെങ്കിൽ ഇപ്പോൾ 95% നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം നോക്കൂ നിങ്ങൾ, ഒരു റേഞ്ച് വരുന്നത് 173. ഞാൻ പറഞ്ഞു ഇതൊരു എക്സെപ്ഷൻ ആണ്, നമുക്ക് പരിഗണിക്കേണ്ടതില്ല. എന്നാൽ നോക്കുമ്പോൾ ഒരു 130 ഒക്കെയാണ് ആവറേജ് വരുന്നത്. 130, ഈവൻ 101 വരുന്നവർക്ക് 95% 31 സെഷൻ 2 എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതേപോലെ 90% നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഈ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ. 95 ഇപ്പോൾ 114 ആണ്, 84 അല്ലെ, ഒരു 30 മാർക്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. റൈറ്റ്, പക്ഷെ ഇത് നോക്കൂ നിങ്ങൾ, 99 95 ഏകദേശം എത്ര മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്? ഏകദേശം എത്ര മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്? ഒരു 56 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇത് ഏകദേശം ഒരു 50 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഡിഫറൻസ് എത്രയേ ഉള്ളൂ? ഈ ഡിഫറൻസ് ഒരു 30 മാർക്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ താഴോട്ട് വരുന്നതോറും കോമ്പറ്റീഷൻ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഗോയിങ് അബോ ഈച്ച് മാർക്ക് കൗണ്ട്സ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് വേഴ്സസ് മാർക്സ്, നമുക്ക് അടുത്തൊരു അനാലിസിസിലോട്ട് നമുക്ക് പോകാം. ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിന്റെ അനാലിസിസ് ആണ്. ഫിസിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, റൈറ്റ്, 99.5% മാർക്ക് കിട്ടിയെടുത്ത് നോക്കൂ നിങ്ങൾ, ഏകദേശം ഏറ്റവും മിനിമം
78 ഹയസ്റ്റ് 95 ആണ്. 78 to 95 മാർക്സ് വരെയുള്ള റേഞ്ചിലാണ് ഒരു 99.5 ആൻഡ് എബോവ് കിട്ടിയിട്ടുള്ളത്. 99 കിട്ടിയിട്ടുള്ളത് ഒരു 71 മുതൽ 91 വരെ മാർക്സ് ഉള്ളവർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫിസിക്സിൽ എന്തായാലും ഒരു ഓൺ ആവറേജ് നമുക്കൊരു ടോപ്പ് റാങ്കിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 80 മാർക്സ് നമ്മൾ കാണണം എന്നുള്ളതാണ്. 80 മാർക്സ് കാണാൻ പറ്റും ചെയ്യും. ഇത് അൾട്ടിമേറ്റ്ലി പേപ്പർ കുറേ ഈസി ആണെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, അത്യാവശ്യം ഈസി ആയിട്ടാണ് പേപ്പേഴ്സ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഒരു 95 ഒക്കെ നമുക്ക് എടുത്ത് നോക്കാം. 95 എടുക്കുമ്പോൾ ഒരു 74 to 46 വരെ ഒരു റേഞ്ച് കാണാൻ സാധിക്കും. ഒരു 60 മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 95% പക്ഷേ 95% കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു 98% നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങണം അല്ലെ. അപ്പോഴാണ് നമുക്കൊരു NIT സീറ്റ് അല്ലെങ്കിൽ 97-96%. ഇപ്പോൾ 97 പിടിക്കാം. ഓക്കെ, 97% എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 81 to 56 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 75 മാർക്സ് അല്ലെങ്കിൽ 70 മാർക്സ് നമ്മൾ ഫിസിക്സിൽ വാങ്ങണം എന്നുള്ളതാണ് നമ്മളോട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളോട് പറയുന്നത്. റൈറ്റ്? യെസ്. ഇത് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിലോട്ട് പോകാം. കെമിസ്ട്രി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ കെമിസ്ട്രിയുടേത്. കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ 99.5 നേടിയതിൽ 90 ആണ് ടോപ്പ്, 65 ആണ് ലോവസ്റ്റ്. ഓക്കെ, ഇതൊരു 97% നമ്മൾ എടുത്തു വെക്കാം. 74-47 അല്ലേ? റൈറ്റ്. ഇപ്പം 99%-ൽ 85-58 അല്ലേ? അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഇപ്പോൾ ഏകദേശം സിമിലർ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ മുമ്പ് പറയാറുണ്ടായിരുന്നു കെമിസ്ട്രിയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ കാരണം കെമിസ്ട്രിയാണ് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇത് ആക്ച്വലി ഏകദേശം സിമിലർ ആയി വരുന്നു എന്നുള്ളത് നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 99.5%-ൽ 65, അതായത് നേരത്തെ നമ്മൾ കണ്ട ഫിസിക്സിന്റെ ആ ഒരു മാർക്സിനോട് ഏകദേശം സിമിലർ ആണ് ഇപ്പൊ കെമിസ്ട്രിയുടെ മാർക്സ് ആക്ച്വലി വരുന്നത്. 95 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 66-42 അല്ലെ. ഈവൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഇത് വെച്ച് നോക്കുമ്പോൾ ഫിസിക്സിനെക്കാളും ടഫറാണോ കെമിസ്ട്രി എന്ന് തോന്നുന്നുണ്ട് അല്ലേ. 66-42 ആണ് 95%-ൽ വരുന്നത്. എന്നാൽ ഫിസിക്സിൽ വരുന്നത് എത്രയായിരുന്നു? 74-46 ആണ് വരുന്നത്. റൈറ്റ്. സോ വളരെ എവിഡൻ്റ് ആണ്, ഫിസിക്സ് വളരെ എളുപ്പമായി വരുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയി വരുന്ന കാര്യമാണ്. നമുക്ക് മാത്സിലോട്ട് നോക്കാം. സോ ദിസ് ഈസ് ദ മോസ്റ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, റൈറ്റ്? മാത്തമാറ്റിക്സ്. മാത്സിൽ 99%-ൽ വന്നിട്ടുള്ളത് നോക്കൂ, ടോപ്പ് 86 ആണ്. ഈവൻ 44 കിട്ടിയ ആള് ഈ ഫസ്റ്റ് സെഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാത്സിൽ 99.5%-ൽ വന്നിട്ടുണ്ട്. നമുക്ക് 97 ഈ പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 56 and 24, റൈറ്റ്? അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു 40 മാർക്സ് നമ്മൾ ഓൺ ആവറേജ് മാത്സിൽ വാങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം എന്നതാണ്. 40 മാർക്സ് എന്ന് പറഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 25 കറക്റ്റ് ആക്കണം, റൈറ്റ്? 10 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 25 കറക്റ്റ് ആക്കണം. സോ മാത്സ് ഇസ് സ്റ്റിൽ ഹാർഡ്. മാത്സ് ഇപ്പോഴും ഹാർഡാണ്. ബട്ട് ഇപ്പോൾ ഈ പേപ്പറിൽ 86 ഒക്കെ നമുക്ക് വന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് വണ്ടർഫുൾ, റൈറ്റ്? അല്ലെങ്കിൽ 99-77 എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് തെറ്റിച്ചാലാണ് നമുക്ക് 77 മാർക്സ് കിട്ടുക, റൈറ്റ്? 99%-ൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു വിച്ച് ഈസ് ലൈക്ക് എന്താ പറയുക, ഈ ഒരു പേപ്പർ ഈ പറഞ്ഞ പോലെ എക്സെപ്ഷനായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇൻ ജനറൽ നോക്കുമ്പോൾ മാത്തമാറ്റിക്സ് ടഫർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ആവറേജ് നമുക്കൊരു 40 മാർക്സ് ഒക്കെ നമ്മൾ വാങ്ങണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക, റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. സോ ഫോർ 99%-ലാണ് നമ്മൾ ജനുവരി അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് 192 2023, 2024 is 236. So, this paper is exceptionally tough. Lowest is 155 2023, 2024 is 151. Now, exceptionally, first is exceptionally easy, and second exceptionally tough ഒരു പേപ്പർ ഉണ്ട്. പക്ഷേ ആവറേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 173 മാർക്സ് ആണ് മുൻപ് ഒരു ആവറേജ് വന്നിരുന്നതെങ്കിൽ ഇത്തവണ എത്ര ആയിട്ടുണ്ട്? 190 ആയിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് ഷിഫ്റ്റ്. ഓക്കെ, ഒരു 17 മാർക്കിന്റെ ഷിഫ്റ്റ് മേ ബി ഈ ഒറ്റ പേപ്പർ ചിലപ്പോൾ ഇതിനെ നന്നായിട്ട് സ്ക്യൂ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാ, നിങ്ങൾ എപ്പോഴും യു ഷുഡ് ലുക്ക് അറ്റ് 180 മാർക്സ്. ഓക്കെ, ഈ 180 മാർക്സിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മൾ സെഷൻ 2 പോകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു 40 മാർക്സ് സ്കോർ ചെയ്യുക. കെമിസ്ട്രിയിൽ നിങ്ങളൊരു 75 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യുക. ഫിസിക്സിൽ നിങ്ങളൊരു
65 മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, ഇതായിരിക്കണം നമ്മുടെ എപ്പോഴും ഒരു ലക്ഷ്യം എന്നുള്ളത്. ഇതിൽ ഫിസിക്സിൽ നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മാത്സിൽ നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സ് കെമിസ്ട്രി ഏകദേശം ഒരേ പോലെ വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ 70 സ്കോർ ചെയ്ത് മാത്സിൽ 40+ നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്? അപ്പോൾ ഇതിൽ ഞാൻ ഇനി ഗോയിങ് ഫോർവേഡ് ഞാൻ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് നമ്മൾ പറയാറുണ്ടായിരുന്നു കെമിസ്ട്രിയാണ് നമ്മുടെ ഒരു ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്ന ഒന്ന് എന്നുള്ളത്. ഇനി ഒരാളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിക്ക് അനുസരിച്ച്, കെമിസ്ട്രിയും ഫിസിക്സും ഈസിയായ സ്ഥിതിക്ക് ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി അനുസരിച്ച് ദർ ബി എന്താ പറയുക ഡ്രാസ്റ്റിക് ഷിഫ്റ്റ്. അപ്പോൾ മാത്സിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം ജെയ്ക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം പ്രൊവൈഡഡ് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ബെഞ്ച് മാർക്ക് നമ്മൾ അവിടെ സ്റ്റേബിൾ ആക്കി വെക്കുന്നു എന്നുള്ളത്. റൈറ്റ്? കെമിസ്ട്രി നമ്മൾ അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നു. മാത്സിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്താൽ ഒരു 10 മാർക്സ് എക്സ്ട്രാ ഇൻ മാത്സ്, ഇതൊരു 50 എത്തിക്കാൻ സാധിച്ചാൽ എന്താ പറയുക 99 99.5 നമ്മൾ ആക്ച്വലി പോകും. റൈറ്റ്? അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ബെഞ്ച് മാർക്ക്. ഫിസിക്സ് നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, ബിക്കോസ് ഫിസിക്സ് ഈസ് ബിക്കമിങ് ഈസിയർ. ഓക്കെ, അപ്പോൾ സെഷൻ 2 നമ്മൾ ഫിസിക്സിൽ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, നൗ 95% ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2023 134 ആണ് ഹയസ്റ്റ്, 173 ആയി, വിച്ച് ഈസ് അഗെയിൻ എൻ എക്സെപ്ഷണലി ഈസിയർ പേപ്പർ ആണ്. ലോവസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ റേഞ്ച്, ബട്ട് ആവറേജ് ഇസ് ഷിഫ്റ്റഡ് ടു 130 മാർക്സ്. ഓക്കെ, 130 മാർക്സ്. അപ്പോൾ ഒരു 95% ലക്ഷ്യം വെക്കുന്ന ആളുകൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാത്സിനൊരു 30 മാർക്സ്, കെമിസ്ട്രിക്കൊരു 60 മാർക്സ്, ഫിസിക്സിനൊരു 40+ മാർക്സ്. റൈറ്റ്? ഇതാണ് ബേസിക്കലി അവർക്ക് വേണ്ട ഒരു ഫ്രെയിം വർക്ക് എന്നുള്ളത്. റൈറ്റ്? പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫിസിക്സ് നമുക്ക് ഒന്നും കൂടി എക്സൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 95 ആവരുത്, അറ്റ്ലീസ്റ്റ് 97% എത്താൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ജനറലി എപ്പോഴും തോന്നാറുള്ളത്. റൈറ്റ്? അപ്പോൾ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. റൈറ്റ്? യാ, സോ success is not final, failure is not fatal, it is the courage to continue that counts. Right? വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാണ്. സെഷൻ 2 ഇനി വരാനിരിക്കുകയാണ്. എന്താ പറയുക, ജസ്റ്റ് ഒരു 2 months മാത്രമാണ് സെഷൻ 2നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ക്ലിയർ ആണല്ലേ, നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം. പല ആൾക്കാരുടെയും പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് പെർസെൻറ്റേജ് കുറഞ്ഞത്, ഏതിലാണ് പെർസെൻറ്റേജ് കുറഞ്ഞത്. ഈ ഒരു ഫ്രെയിം വർക്കിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മാർക്സിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫിസിക്സിൽ നിങ്ങളൊരു 65ഉം, അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു 75ഉം, മാത്സിൽ ഒരു 40+ സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രെയിം വർക്ക് എന്നുള്ളത്. ഇത് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദിസ് വിൽ ബി വെരി ഗുഡ്. റൈറ്റ്? ഫിസിക്സിൽ 65+, കെമിസ്ട്രിയിൽ 70+, മാത്സിൽ 40+. ഓക്കെ, ഇത് നമുക്ക് സാധിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ സെഷൻ 1 നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് നോക്കുക. ഈ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എവിടെയാണ് കുറവുള്ളത് നോക്കുക. ആ ഭാഗത്തോട്ട് സെഷൻ 2 നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കെമിസ്ട്രിയാണ് കുറവുള്ളത്, കെമിസ്ട്രിയിൽ ഫോക്കസ് ചെയ്യുക. ഫിസിക്സ് ആണ് കുറവുള്ളത്, ഫിസിക്സിൽ ഫോക്കസ് ചെയ്യുക. മാത്സിലാണ് കുറവുള്ളത്, മാത്സിൽ ഫോക്കസ് ചെയ്യുക. എല്ലാം കുറവാണെങ്കിൽ എല്ലാം നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതാണ് അർത്ഥം. സോ ജെ ഓൾവേസ് ഗിവ്സ് അസ് എ സെക്കൻഡ് ചാൻസ്. ഇതുപോലത്തെ ഒരു എക്സാം ഇല്ല അല്ലേ, നമുക്ക് സെക്കൻഡ് ചാൻസ് നൽകുന്ന വേറൊരു എക്സാം ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജെയെ കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ബെറ്റർ ചാൻസ് ഇൻ സെഷൻ 2. സോ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. Me and my team will try to answer that. Okay, thanks a lot. Have a nice day. Bye.